നാളെ ജൂൺ 9 ദേശീയ പണിമുടക്ക. ഇന്ന് തന്നെ പല കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്ത് കാണല്ലേ. ഫ്രണ്ട്സുകൾ തമ്മിൽ, പല പല ഫാമിലീസ് തമ്മിൽ നാളത്തെ പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് കാണും. അതിലൊരു കാര്യം കൂടി നമുക്ക് പ്ലാൻ ചെയ്യാം. സാധാരണ ആഴ്ചയിൽ ഞായറാഴ്ചയാണ് ഒരു അവധി ദിവസം കിട്ടുക. 100 കാര്യങ്ങളുള്ളതുകൊണ്ട് ചിലപ്പോൾ അവധിയായിട്ട് തോന്നിക്കേയില്ല. ഈ ദേശീയ പണിമുടക്കിൽ പല കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു കാര്യം ഇങ്ങനെയാണ്: കുറച്ചധിക നേരം നമ്മുടെ കുടുംബത്തോടൊപ്പം ആയിരിക്കണം. നമ്മുടെ വിശേഷങ്ങളൊക്കെ അവരോടൊപ്പം ഇരുന്ന് പങ്കുവെച്ചിട്ട് എത്ര നാളായല്ലേ. ഒപ്പം തന്നെ കുറച്ചധിക നേരം നമ്മുടെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരുടെ അപ്പനും അമ്മയും ജീവിത പങ്കാളിയും മക്കളും കുടുംബാംഗങ്ങളും സഹോദരങ്ങളൊക്കെ ആയിരിക്കാം. അവരുടെ വിശേഷങ്ങൾ കേൾക്കാനും കുറച്ചധിക നേരം നമ്മൾ നാളെ ചെലവഴിക്കണം കേട്ടോ. എത്ര വലിയ പണിമുടക്ക് വന്നാലും നമുക്കറിയാം, പണിമുടക്കാത്തൊരിടം നമ്മുടെ ഒരു പരിചയത്തിലുണ്ട്. ഏതാണെന്നറിയോ? ഏതെങ്കിലും ഒരു കടയോ ഏതെങ്കിലും ഒരു സ്ഥാപനമോ എന്തെങ്കിലും ആണോ? അല്ല. ബന്ദ് വന്നാലും ഹർത്താൽ വന്നാലും ഈസ്റ്റർ വന്നാലും ക്രിസ്മസ് വന്നാലും ഏതൊരാഘോഷം വന്നാലും പണിമുടക്കാത്ത ഒരിടം നമ്മുടെ വീട്ടിലുണ്ട്. നമ്മുടെ അടുക്കളയാണ്. നാളെ ദേശീയ പണിമുടക്കെന്ന് വെച്ചിട്ട് അമ്മ അടുക്കള പൂട്ടിയിടൊന്നുമില്ല. അവിടെ രാവിലെ എഴുന്നേറ്റ് വൈകിട്ടാവും വരെ ഓരോരോ സമയത്ത് ഓരോരോ ഭക്ഷണങ്ങൾ ഒരുക്കുന്ന അമ്മയ്ക്ക് ഒരു പണിമുടക്കുമില്ല. ഇത് വീട്ടിലെത്തിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന അച്ഛനും ജീവിതത്തിലൊരു പണിമുടക്കില്ല. നമ്മൾ ഓർക്കണം നമ്മുടെ പ്രിയപ്പെട്ടവരെ. പണിമുടക്കിൽ നമ്മൾ കുറച്ചും കൂടിയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യുമ്പോൾ, നമ്മുടെ കുറച്ചും കൂടി ഫ്രീ ടൈം കിട്ടുമ്പോൾ, ഇതൊന്നുമില്ലാതെ അടുക്കളക്കിടയിൽ ഒരു ജീവിതത്തിൻ്റെ പകുതി അധികം ചെലവഴിച്ച ഒരമ്മയും അടുക്കളയിൽ ഒരു തീ നാമ്പുണ്ടാകാൻ വേണ്ടി വിയർപ്പൊലിക്കിയ അച്ഛനെയും നാളെ കുറേ കൂടി നമുക്ക് ചേർത്ത് പിടിക്കാം. ദൈവം സമൃദ്ധമായി നമ്മളെ, നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ.